ഇവിടെ ഒരു ഭാഗത്തു നിന്ന് യുദ്ധം ഇറാനും ഇസ്രായേലും അമേരിക്കയും പ്രകമ്പനം കൊള്ളുമ്പോൾ ഇപ്പുറത്തെ ഭാഗത്തു നിന്ന് അമേരിക്ക ക്യൂബയെ എല്ലാ ഭാഗത്തു നിന്നും പ്രഷർ ചെയ്തിട്ട് നശിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി അവിടെയുള്ള എല്ലാ ഇലക്ട്രിസിറ്റിയും എല്ലാ പവർ ഹൗസസും എല്ലാ ഫ്യൂവൽ സിസ്റ്റവും എല്ലാം ഫിനിഷായിട്ട് ബ്ലോക്ക് ചെയ്തിട്ടുള്ളത്. ഇവർ ഇത്രയും ക്യൂബയെ ബുദ്ധിമുട്ടിക്കാൻ കാരണം എന്താണെന്നറിയോ? സിമ്പിളാണ്. അവരെ ഈ റോത്ത്ഷൈൽഡ് കൺസോർഷ്യത്തിൻ്റെ ജൂതന്മാരുടെ ഈ ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ 2 വിഭാഗക്കാരെ തകർക്കുക എന്നുള്ളതാണ്. ഒന്ന് മുസ്ലിംസ് കൺട്രീസ് ഓഫ് ദ വേൾഡ്, രണ്ടാമത് കമ്മ്യൂണിസ്റ്റ് കൺട്രീസ് ഓഫ് ദ വേൾഡ്. അങ്ങനെയാണ് അവർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിൽ പോകുന്നത്. അല്ല, ചില ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ അമേരിക്ക മുസ്ലിം വിരോധം ഇസ്ലാമോഫോബിയ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് മുസ്ലിങ്ങളെ മാത്രം അടിക്കുന്നത്. നോ, ഇവരെ ഫണ്ടമെന്റൽ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ലോകത്തിലുള്ള ഇവരെ എതിരെയുള്ള ഈ മുസ്ലിംസിനും കമ്മ്യൂണിസ്റ്റിനും കോമൺ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പ്രത്യയശാസ്ത്രപരമായി നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. അതായത് ക്യാപിറ്റലിസം, വലിയ മുതലുള്ളവൻ അവൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഫണ്ടിൻ്റെ 1% അത് പാവങ്ങൾ, അർഹരായ പാവങ്ങളിലേക്ക് എത്തിച്ചേ പറ്റൂ, നിർബന്ധമാണ്. അതിൽ നോ എക്സ്ക്യൂസ്. ഇത് രണ്ടും ഇസ്ലാം എന്ന് പറഞ്ഞ കൺസെപ്റ്റിലും കമ്മ്യൂണിസം എന്ന കൺസെപ്റ്റിലും ബേസിക് ആയിട്ടുള്ള സാധനമാണ്. അതായത് ഒരു പരിധിൻ്റെ അപ്പുറം മുതൽ ശേഖരിക്കുന്ന മുതലാളി അയാളുടെ ഓഹരിയിൽ നിന്ന് 2% കൊടുക്കണമെന്ന് നിർബന്ധമാക്കിയ ഒരു ഐഡിയോളജിയാണ് ഇസ്ലാം. അതിലൊരു എക്സ്ക്യൂസും ഇല്ല. എൻ്റെ കയ്യിൽ 10 റുപ്പീസ് ഉണ്ടെങ്കിൽ, അല്ല എൻ്റെ കയ്യിൽ ഒരു 1 CR ഉണ്ടെങ്കിൽ അതിൻ്റെ 2.5 എത്രയാണോ 2.5 ലക്ഷം അത് പാവങ്ങൾക്ക്, ഞാനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന സമൂഹത്തിൽ ബന്ധപ്പെട്ട അർഹരായവരിൽ എത്തിക്കുക എന്നുള്ളത് മസ്റ്റ് കൺസെപ്റ്റാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജിയിൽ നോക്കുകയാണെങ്കിൽ ഇല്ലാത്തവന് വേണ്ടി, വിശക്കുന്നവന് വേണ്ടി, തൊഴിലെടുക്കുന്നവന് വേണ്ടി സമരം ചെയ്യുക എന്നുള്ള ഐഡിയ ആണുള്ളത്. അപ്പോൾ ഈ 2 ശത്രുക്കളുമാണ് ഇവരെ ബേസിക് ടാർഗറ്റുകൾ. ക്യൂബയുടെ കാര്യം ഇപ്പോൾ റീസെൻ്റായിട്ട് റഷ്യ ഒരു കണ്ടെയ്നർ, ഒരു വെസൽ മൊത്തം ഏകദേശം 73,100,000 ബാരൽസ് ഓഫ് ഓയിൽ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. അത് US സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ ഷുവർലി ഇറ്റ് വിൽ ബി എ ഡിസാസ്റ്റർ. റഷ്യ ഷുവറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഇൻ എ വെരി ബാഡ് മാനർ. അതായിരിക്കും ഇനി അങ്ങോട്ട് ഉണ്ടാകാൻ പോകുന്ന മെയിൻ ദ പാർട്ട് ഓഫ് ഈ യുദ്ധത്തിന്റെ ഗതി വരെ മാറാം. ഈ ഇറാൻ US ഐഡിയ എന്നുള്ളതിൽ നിന്ന് മൊത്തമായിട്ട് മാറിപ്പോകാം അഥവാ US അതിന് സ്ട്രൈക്ക് ചെയ്യുവാണെങ്കിൽ. സോ അതൊരു ഭാഗത്തുണ്ട്.